കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. വെൽനസ് വേ. അടുത്തറിയാം ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR കൺവേർടെക് HWCS പ്രൊജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി. ഇന്നത്തെ അധ്യായത്തിൽ കേൾക്കാം എന്താണ് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ എന്നതിനെക്കുറിച്ച്. നമസ്കാരം പ്രിയ റേഡിയോ മാറ്റുലി ശ്രോതാക്കളെ, വെൽനസ് വേയുടെ ആദ്യ അധ്യായത്തിലേക്ക് സ്വാഗതം. ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ മിക്കപ്പോഴും നമുക്ക് ലഭ്യമായിട്ടുണ്ടാകും. ഇന്ന് വെൽനസ് വേയുടെ അധ്യായത്തിലൂടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ചും അവയിൽ നിന്നുള്ള സേവനങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ജില്ലയിലെ ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യകാര്യത്തിന്റെ ചുമതലയുള്ള ഡിസ്ട്രിക്ട് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ജെറിനസ് ജെറാർഡാണ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? ഇത് പഴയ സബ് സെന്ററുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അതായത് നമുക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രക്ചറിൽ കണക്കാക്കുമ്പോൾ പഴയ അതേ സബ് സെന്റർ, പഴയതായുള്ള ആ സബ് സെന്റർ തന്നെയാണ് നമ്മുടെ പുതുതായി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് സബ് സെന്റർ കേന്ദ്രീകരിച്ച് നമ്മൾ മുന്നേ നൽകിക്കൊണ്ടിരുന്ന സേവനങ്ങൾ പ്രധാനമായും ഒരു പ്രിവെന്റീവ് സൈഡ് മാത്രമായിരുന്നു. അതായത് രോഗികൾക്ക് വേണ്ട രോഗങ്ങളെക്കുറിച്ചുള്ള അഡ്വൈസ് നൽകുക, അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നൽകുക, അതോടൊപ്പം തന്നെ ക്ലോറിനേഷൻ അല്ലെങ്കിൽ കൊതുക് നിവാരണം തുടങ്ങിയ കാര്യങ്ങൾ, NCD ടെസ്റ്റിംഗ് തുടങ്ങിയ മാത്രമായിരുന്നു നമ്മൾ ജനകീയാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ പഴയ സബ് സെന്ററുകളിൽ നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനമായും നമുക്ക് ഈ ഒരു പ്രിവെന്റീവ് സൈഡിനോടൊപ്പം തന്നെ ഒരു വെൽനസ് കമ്പോണന്റ്, അതായത് നമ്മുടെ ഒരു വെൽനസ് കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കതിൽ ഇപ്പോൾ പ്രത്യേകിച്ചും യോഗ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് ക്ലബ്ബുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് നമ്മുടെ പകർച്ചേതര വ്യാധികൾ ബാധിക്കുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ എന്നുള്ളത് നമ്മുടെ ഈ ഒരു ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും നിലവിൽ ടെസ്റ്റുകൾ, ഒരു 9 തരം ടെസ്റ്റുകളും കുറച്ച് മെഡിസിനുകളും, അത്യാവശ്യമുള്ള കുറച്ച് മെഡിസിനുകളും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പം നൽകുന്നുണ്ട്. ഈ മാറ്റം സാധാരണ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത്? മാറ്റം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പ്രിവെന്റീവ് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ഈ ഹെൽത്ത് ക്ലബ്ബ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വെൽനസ് കമ്പോണന്റ് വരുമ്പോഴുള്ള യോഗ സൗകര്യങ്ങളെല്ലാം നമുക്ക് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കും. അതിന്റെ കൂടെ തന്നെ യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും യോഗ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ നിലവിലില്ല. പക്ഷെ അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലബ്ബുകൾ രൂപീകരിക്കുക. ക്ലബ്ബുകൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ആക്ടിവിറ്റി ഒന്ന് നടക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഷട്ടിൽ കളിക്കണമെന്നോ താല്പര്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പോൾ നിലവിൽ അതിനുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാമെന്നായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു സമാന ചിന്താഗതി ഉള്ള ആൾക്കാരെ ചേർത്ത് ഒരു ക്ലബ്ബ് രൂപീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സാധിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ രക്തത്തിൽ HBയുടെ അളവ് നോക്കുന്നത്, ഷുഗർ നോക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകൾ, പിന്നെ ചില രോഗങ്ങളെക്കുറിച്ച്, ഉദാഹരണം പനിയുണ്ടെങ്കിൽ ഡെങ്കുവിന്റെ ടെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ ടെസ്റ്റുകളെല്ലാം നമുക്കിപ്പം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് ഒരു അവിടെ ഉള്ള സ്റ്റാഫുകൾക്ക്, അതിൽ തന്നെ നമുക്ക് പുതുതായിട്ടൊരു വിഭാഗം ജീവനക്കാർ കൂടെ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ മുൻപ് ഉണ്ടായിരുന്ന സബ് സെന്റർ എന്ന കോൺസെപ്റ്റിൽ ഒരു ജൂനിയർ PHN, ഒരു ജൂനിയർ HI മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ മിഡിൽ ലെവൽ ഹെൽത്ത് വർക്കർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു MLSP, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ MLSP എന്നൊരു വിഭാഗം ജീവനക്കാർ കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്കാർക്കും തന്നെ നമുക്കൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഉള്ള ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ടെലി കൺസൾട്ടേഷൻ, നമ്മുടെ ഈ സഞ്ജീവിനി മുഖാന്തരം ടെലി കൺസൾട്ടേഷനിലൂടെ ഏതെങ്കിലും അസുഖമുള്ള ആൾക്കാരെ ഇവർക്ക് നമുക്ക് ഡോക്ടറിനെ കാണിക്കാനും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള സബ് സെന്ററുകൾ അല്ലെങ്കിൽ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമായിട്ടുള്ള മരുന്നുകൾ നൽകാൻ സാധിക്കും.
അതോടൊപ്പം തന്നെ നമുക്ക് ഗുണങ്ങളെന്ന് പറയുമ്പോൾ നേരത്തെ നമുക്ക് സബ് സെന്ററിൽ ഈ ഒരു 2 ജീവനക്കാർ മാത്രമായിരുന്നപ്പോൾ എല്ലാ ദിവസവും നമുക്ക് സബ് സെന്റർ അല്ലെങ്കിൽ HWCകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടും രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഇവർക്ക് ഫീൽഡും ഉച്ചയ്ക്ക് ശേഷം 4 മണി വരെ HWC അല്ലെങ്കിൽ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾ ഇപ്പം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ ഏത് തരത്തിലുള്ള അടിസ്ഥാന സേവനങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്? ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചും ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രയോറിറ്റി എന്നുള്ളതല്ല. നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വരുന്ന എല്ലാവർക്കും തന്നെ സേവനം നൽകുന്നതാണ്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് നൽകുന്നത് പ്രധാനമായിട്ടും ഒന്ന് കുട്ടികളുടെയും ഗർഭിണികളുടെയും സേവനം തന്നെയാണ്. അതിൽ തന്നെ കുട്ടികൾക്കുള്ള കുത്തിവയ്പ്, ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ ആ അമ്മയ്ക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ, അതിനോടൊപ്പം തന്നെ എല്ലാ ആന്റിനേറ്റൽ ചെക്കപ്പുകൾ, അതോടൊപ്പം തന്നെ ഇനി അഡോളസെന്റ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കൗമാരാരോഗ്യ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സർവീസുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ, പിന്നെ നമ്മുടെ ഫാമിലി പ്ലാനിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ സ്പേസിംഗ്, ഒരു കുട്ടി ഉണ്ടായി അടുത്തൊരു കുട്ടി ഉണ്ടാകുന്നത് വരെയുള്ള ആ ഒരു ഫാമിലി പ്ലാനിംഗ് സർവീസുകൾ ലഭ്യമാണ്. തുടർന്ന് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്, പകർച്ചേതര വ്യാധികളിൽ നമുക്ക് ഡയബറ്റീസ്, പ്രമേഹം അല്ലെങ്കിൽ നമ്മുടെ രക്താതിസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ഒരു വെൽനസ് അല്ലെങ്കിൽ അതിനുള്ള ആക്ടിവിറ്റീസ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പകർച്ചവ്യാധികളായ കൊതുകുജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം ക്ലോറിനേഷൻ സൗകര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നൽകുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് ഈ കേന്ദ്രങ്ങൾ എത്രത്തോളം ലഭ്യമാണ്? അതുപോലെ ഓരോ പഞ്ചായത്തിലും ഇവ നിലവിലുണ്ടോ? എല്ലാ പഞ്ചായത്തുകളിലും നമുക്കിപ്പോൾ നിലവിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ ജില്ലയിൽ, അതായത് വയനാട് ജില്ലയിൽ നമുക്ക് മൊത്തം 200 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ട്. അത് ചില പഞ്ചായത്തുകൾ, ഇപ്പോൾ മേപ്പാടി പോലുള്ള ചില പഞ്ചായത്തുകളിൽ നമുക്ക് 12 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ 4 ജനകീയ അല്ലെങ്കിൽ 5 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുള്ള ചെറിയ പഞ്ചായത്തുകളുമുണ്ട്. ആ ഒരു പോപ്പുലേഷന്റെ, ആ ഓരോ പഞ്ചായത്തിന്റെയും പോപ്പുലേഷന് ആനുപാതികമായും അല്ലെങ്കിൽ ഏരിയയുടെ വിസ്തീർണത്തിനും ആനുപാതികമായ രീതിയിലാണ് നമ്മുടെ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 3000-നും 5000-നും ഇടയിലുള്ള പോപ്പുലേഷന് ഒരു ജനകീയാരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലുണ്ട്. ഒരു ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ ഒരു പരമാവധി ഒരു 3-4 വാർഡുകൾ ചേർന്ന അതാണ് നമ്മുടെ ഓരോ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും. ഇവിടെ നിന്നുള്ള സേവനങ്ങൾ ലഭിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ അല്ലെങ്കിൽ ID പ്രൂഫ് ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടോ? നമുക്ക് സേവനം ലഭിക്കുന്നതിനായിട്ട് ID പ്രൂഫുകൾ നിർബന്ധമല്ല. എങ്കിലും നമ്മുടെ ഹെൽത്ത് ID എന്നുള്ള രീതിയിൽ, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ID എന്നുള്ള രീതിയിൽ ആഭ ID നമുക്ക് ഇപ്പോൾ മാൻഡേറ്ററി ആയി വരുന്നൊരു കാലഘട്ടമാണ്. നെക്സ്റ്റ് ഒരു 3-4 അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ ആധാർ പോലെ തന്നെ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് എല്ലാ ആവശ്യങ്ങൾക്കും ഒരു ആഭ ID, അതായത് ഹെൽത്ത് ID നമുക്ക് നിർബന്ധമാകും. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പം ഈവൻ നമ്മുടെ ഒരു അമ്മയും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള സർവീസുകളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടിയുടെ കുത്തിവയ്പ് ആണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു ആഭ IDയുമായി ലിങ്ക് ചെയ്താണ് നമ്മൾ നിലവിൽ പോകുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഈ വർഷം നമ്മുടെ ഇവിടെ വന്ന് വാക്സിൻ എടുത്തു, ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഈ ഒരു ആഭ ID ലിങ്ക് ചെയ്താണ് നമ്മൾ വാക്സിൻ എടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ID വെച്ച് തന്നെ കുട്ടിക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് എന്തായാലും അതൊരു നിർബന്ധമായി മാറാൻ സാധ്യതയുള്ളതിനാൽ ഒരു ഫോൺ ലിങ്ക് ചെയ്ത ആധാർ കാർഡ് കൂടെ കൊണ്ടുവരുന്നതാണ് നമുക്ക് ഏറ്റവും ഉത്തമം. സേവനങ്ങളെ ലഭ്യമാക്കുന്നതിൽ ഡിജിറ്റൽ ഹെൽത്ത് ID അല്ലെങ്കിൽ ആഭ IDയുടെ പ്രാധാന്യം എന്താണ്? അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ആഭ ID എന്ന് പറയുന്നത് നമ്മുടെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ നമുക്ക് ഇന്ത്യയിൽ മാൻഡേറ്ററി ആകാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആഭ ID എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, ഈവൻ ചില ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ പോലും അവരുടെ ഇൻഷുറൻസ് എടുക്കുന്നതിന് ആഭ ID ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ആഭ ID വെച്ച് നമ്മൾ ഇപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ ഒരു ബാങ്കിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ആധാറോ അല്ലെങ്കിൽ പാനോ വെച്ച് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം മനസ്സിലാകുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആഭ ID വെച്ചിട്ട് നമുക്ക് ആ ഒരു വ്യക്തിക്കുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി എടുത്തിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ എടുത്തിട്ടുള്ള വാക്സിൻസ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചെല്ലാൻ സാധിക്കും. അതിനുള്ള ഒരു ലിങ്കിങ് ID ആണ് ഈ ആഭ ID എന്ന് പറയുന്ന സാധനം.
ആശാ വർക്കേഴ്സും അതുപോലെ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സും എങ്ങനെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിൽ ആശാ വർക്കേഴ്സും കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം തന്നെ നമ്മളെ വിഷയാധിഷ്ഠിത ക്ലിനിക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഫിക്സഡ് ഡേ ക്ലിനിക്കുകളുണ്ട്. ഫിക്സഡ് ഡേ ക്ലിനിക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെയും കീഴിൽ ഓരോ ഏരിയയിൽ ഫിക്സഡ് ഡേയിൽ, അതായത് ഒരു ആഴ്ചയിൽ ആദ്യത്തെ ചൊവ്വാഴ്ച ഇന്ന സ്ഥലം, രണ്ടാമത്തെ ചൊവ്വ ഇന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ഫിക്സഡ് ഡേ ക്ലിനിക്കുകൾ നടക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും അത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാണ്, വെല്ലുമൺ ക്ലിനിക്ക് എന്ന് പറയും. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ വ്യാഴാഴ്ചകളിലും NCD ക്ലിനിക്കുകൾ നമ്മുടെ എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെയും കീഴിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിഷയാധിഷ്ഠിത ക്ലിനിക്കുകളും ക്ലാസ്സുകളും എല്ലാം നടക്കുന്നുണ്ട്. ഇതിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്നുള്ളത് പ്രധാനമായും ആശാ വർക്കർമാരുടെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഹെൽത്ത് റിലേറ്റഡ് ഈവൻറ്റ്സ് എന്തെങ്കിലും നമ്മുടെ ഫീൽഡിൽ നടക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ടും ഹെൽത്ത് വർക്കേഴ്സിനെ അല്ലെങ്കിൽ ജനകീയാരോഗ്യ കേന്ദ്ര ടീമിനെ അറിയിക്കേണ്ടത് ആശാ വർക്കേഴ്സാണ്. പിന്നെ ആശാ വർക്കേഴ്സും ഈ ഒരു ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ടീമാണ്. ജനകീയാരോഗ്യ കേന്ദ്രം ടീം എന്ന് പറയുമ്പോൾ MLSP, JPHN, JHA, ആശ, ഇവർ 4 കാറ്റഗറി ജീവനക്കാരും ചേർന്നതാണ് ഒരു ജനകീയാരോഗ്യ കേന്ദ്രം ടീം. ഇപ്പോൾ ഒരുപാട് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോകാൻ ജനങ്ങൾ ഒരു മടി കാണിക്കുന്നുണ്ട്. ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് അവർക്ക് നൽകുന്ന ഒരു ഉറപ്പ്? ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോകാൻ മടിക്കുന്നു എന്നുള്ളത് നമുക്ക് പുറമേ നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ആക്ച്വൽ ഡാറ്റ വെച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് 2 വർഷങ്ങളുടെ ഒരു ഡാറ്റ പരിശോധിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നമ്മുടെ അല്ലെങ്കിൽ വയനാട് ജില്ലയിലെ ജനകീയാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള പേഷ്യൻസിന്റെ എണ്ണം കൂടുകയാണ്. അതായത് നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള OPയും അല്ലെങ്കിൽ അവിടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടന്ന പ്രസവങ്ങളുടെ എണ്ണവും നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന പ്രസവങ്ങളുടെ എണ്ണവും നോക്കുമ്പോൾ ശരിക്കും പ്രസവത്തിന്റെ എണ്ണം നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ മറ്റതിനെ അപേക്ഷിച്ച് കുറേശ്ശെ കൂടി വരുന്നൊരു ട്രെൻഡാണ് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ എന്തായാലും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു സേവനം നൽകുമ്പോൾ അവർക്ക് മിനിമം ഉറപ്പ് നൽകാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാരനല്ലാണ്ട് ആരും നമുക്കവിടെ ഉണ്ടാകില്ല. വ്യാജ ഡോക്ടറോ വ്യാജ നഴ്സോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. കൃത്യമായും പല തരത്തിലുള്ള വെരിഫിക്കേഷനും എക്സാമും എല്ലാം കഴിഞ്ഞു വരുന്ന കൃത്യമായും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും നമുക്ക് എവിടെ നിന്നും സേവനം ലഭിക്കുന്നത്. കുട്ടികൾക്കും കൗമാരക്കാർക്കും ഗർഭിണികൾക്കും ലഭ്യമാകുന്ന പ്രത്യേക പരിചരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ജനിച്ച അന്നു മുതൽ കുട്ടിക്ക് 18 വയസ്സ് ആകുന്നത് വരെയുള്ള വാക്സിനേഷൻ, എല്ലാ വാക്സിനേഷനുകളും നമ്മുടെ കൃത്യമായിട്ടും നമ്മുടെ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ കുട്ടികളുടെ വാക്സിനേഷൻ സൗജന്യമായി നമ്മൾ നൽകുന്നു എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് ഒരു വാക്സിന് ഒരു 10 ആഴ്ചയിൽ ഒറ്റ വാക്സിൻ എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു 5000 അല്ലെങ്കിൽ 6000 രൂപ വരുന്ന വാക്സിനേഷനാണ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ സൗജന്യമായിട്ട് നൽകുന്നത്. അപ്പോൾ വാക്സിനേഷൻ നമുക്ക് കുട്ടികൾക്ക് പ്രധാനമായും നൽകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ HBNC എന്ന് പറയും, അതായത് ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ എന്നുള്ള HBNC എന്ന് പറയുമ്പോൾ ജനിച്ച കുട്ടിക്ക് നമ്മുടെ ആ ഒരു കുട്ടിയുടെ ജനിച്ചു കഴിഞ്ഞുള്ള ഒരു 45 ദിവസം നമുക്ക് കൃത്യമായ ഇടവേളകളിൽ കുട്ടിയെ വീട്ടിൽ ചെന്ന് കാണുകയും കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ വളർച്ചയിലെ വൈകല്യങ്ങളോ ഉണ്ടോ എന്നെല്ലാം ആശാ വർക്കറും അല്ലെങ്കിൽ HWC ടീം അംഗങ്ങളും അത് ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെങ്കിൽ പരിശോധിക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് നൽകുന്ന ഒരു സേവനമാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ വളർച്ച വൈകല്യങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ വളർച്ച കൃത്യമായാണോ, അവരുടെ കൃത്യമായും ഓരോ പ്രായത്തിലും അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ് എല്ലാം കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് RBSK വിഭാഗം ജീവനക്കാരുണ്ട്. അവർ എല്ലാ 6 മാസം കൂടുമ്പോഴും നമ്മുടെ ഏരിയയിൽ അല്ലെങ്കിൽ അവരുടെ ഏരിയയിലുള്ള കുട്ടികളെ പരിശോധിക്കുകയും അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം കണ്ടാൽ അവർക്ക് വേണ്ട സ്ഥലത്തേക്കുള്ള റഫറൻസ് അല്ലെങ്കിൽ അഡ്വൈസ് കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. പിന്നെ കൗമാരക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കൗമാരക്കാരാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ആ ഒരു ഏരിയയിലാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത് വളർന്നു വരുന്ന ഒരു തലമുറയാണ്. അപ്പോൾ അവരുടെ മാനസികവും ശാരീരികവും ആരോഗ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് 5 ബ്ലോക്കുകളിലും RKSK കൗൺസിലേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് 5
കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികളിലുള്ള ഇവൻ ചെറിയ പഠനത്തിലുള്ള ബുദ്ധിമുട്ട്, വൈകല്യങ്ങളാവാം, അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധയില്ലായ്മയാകാം, അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റമാവാം, ഇതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലിംഗ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും കൗമാരാരോഗ്യ ക്ലിനിക്കുകൾ നമുക്കിപ്പോൾ നടത്തി വരുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ട കൗമാരപ്രായത്തിൽ ആവശ്യമായ IFA, നമ്മുടെ അതായത് അയൺ ഗുളിക, നമ്മുടെ എല്ലാ സ്കൂളുകളിലും നമ്മൾ നൽകുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. പിന്നെ നമ്മുടെ ഗർഭിണികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഗർഭിണിയാണ് എന്ന് തിരിച്ചറിയുന്ന അന്നു മുതൽ ആ അമ്മ പ്രസവിച്ച് അടുത്ത ഒരു 28 ദിവസം അല്ലെങ്കിൽ അടുത്ത 1 വർഷം വരെയുള്ള എല്ലാ സേവനങ്ങളും നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അവർക്ക് വേണ്ട ടെസ്റ്റുകളാവാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ ആയിട്ടാണെങ്കിലും, അവർക്ക് വേണ്ട അയൺ ഗുളികയായിട്ടാണെങ്കിലും, കാൽഷ്യം ഗുളികയായിട്ടാണെങ്കിലും, അവർക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ടായിട്ടാണെങ്കിലും എല്ലാം വേണ്ട സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അഡ്വൈസുകൾ കൃത്യമായിട്ടും നൽകുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് പരിശോധനകൾക്ക് എത്ര ചിലവ് വരും? അതുപോലെ സേവനങ്ങൾക്ക് എന്തെങ്കിലും ചാർജ് ഉണ്ടോ? നമ്മുടെ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സൗജന്യമാണ്. സൗജന്യമാണെന്ന് പറയുമ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇവൻ നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു ദിവസം കൊടുക്കുന്ന വാക്സിൻ പോലും നമുക്ക് 6000 രൂപയിലധികം വിലയുള്ള സാധനമാണ് നമ്മളിവിടെ സൗജന്യമായിട്ട് കൊടുക്കുന്നത്. നിലവിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള ഫീസുകളായിട്ട് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈടാക്കാറില്ല. പൊതുജനങ്ങൾക്ക് പ്രതികരണം നൽകാനും അതുപോലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ മെച്ചപ്പെടുത്താനുമുള്ള ഒരു സംവിധാനമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പൊതുജനങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കൃത്യമായൊരു ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും ഇപ്പം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ക്വാളിറ്റി അഷുറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം അവിടെ ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പരാതിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യമാവും, അത് ഏത് പൊതുജനത്തിനും അവിടെയുള്ള ഒരു പരാതി പെട്ടിയിൽ ഒരു പരാതി എഴുതിയിടുകയാണെങ്കിൽ കൃത്യമായിട്ടും എല്ലാ മാസത്തിലും ഒരു ഫിക്സഡ് ഡേ ഈ പരാതികളെല്ലാം തുറന്ന് പരിശോധിക്കുകയും അതിലെടുക്കേണ്ട കറക്റ്റീവ് ആക്ഷൻ എന്താ എന്ന് നോക്കുക, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനാണെങ്കിൽ പ്രിവെൻറ്റീവ് ആക്ഷൻ എന്താന്ന് നോക്കുകയും അതാത് പരാതിക്കാരെ കൃത്യമായിട്ടും അതിൻ്റെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യും. അതിനുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം നമ്മൾ നിലവിൽ എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും ഉണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഇനി ഹയർ ഒഫീഷ്യൽസിനെ അറിയിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഓഫീസറിനോ കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെയും കീഴിൽ ജാസ് കമ്മിറ്റി എന്നുള്ള ജനകീയ ആരോഗ്യ സമിതി എന്നുള്ള രീതിയിൽ നമുക്ക് ജാസ് കമ്മിറ്റിയുണ്ട്. ജാസ് കമ്മിറ്റിയിൽ അതാത് ജനകീയാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ മെമ്പറാണ് അതിൻ്റെ ചെയർ. അതോടൊപ്പം തന്നെ ജനകീയാരോഗ്യ കേന്ദ്രം മീൻസ് ടീം അംഗങ്ങളും മറ്റു കുറച്ച് പേരുമായിട്ടുള്ള ആ ഒരു ജനകീയാരോഗ്യ കേന്ദ്രം മീൻസ് ജാസ് കമ്മിറ്റിയിൽ എല്ലാ മാസവും തന്നെ ഇപ്രകാരമുള്ള പരാതികളെല്ലാം പരിശോധിക്കുകയും വേണ്ട ആക്ഷനുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ നന്ദി സർ. റേഡിയോ മാറ്റുലിയിൽ എത്തിയതിനും വെൽനസ് വേയിലൂടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ച് കൂടുതലായി വിശദീകരിച്ചതിനും താങ്ക് യു. വെൽനസ് വേയിലൂടെ ഇന്ന് നിങ്ങൾ കേട്ടത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ചും അവയിൽ നിന്നുള്ള സേവനങ്ങളെക്കുറിച്ചുമായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് ജില്ലയിലെ ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യകാര്യത്തിൽ ചുമതലയുള്ള ഡിസ്ട്രിക്ട് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ജെറിനസ് ജെറോഡാണ്. ഇതോടെ ഇന്നത്തെ വെൽനസ് വേയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് വെൽനസ് വേ. അടുത്തറിയാം ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR, കൺവേർടെക് HWCS പ്രൊജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി.